പിന്നെ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഓക്കെ അബോഷൻ്റെ ഇത് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എടുക്കാറുള്ളത് ഈ പ്രസവം നിർത്തുക, അല്ലെങ്കിൽ ജീവൻ വരുന്നതിനെ സ്വീകരിക്കാതിരിക്കുന്നതിന് മുമ്പേ കൂട്ടി അതിനെ തടഞ്ഞു വെക്കുന്ന ഒരു ഇത്. അത് അതും ഈ അഞ്ചാമത്തെ പ്രമാണത്തിന് എതിരാണ്. കുറച്ച് പേരൊക്കെ ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്ത് അതിനെപ്പറ്റി അനുദപിക്കുന്നുണ്ട്. പക്ഷെ അത് ഇനി അറിയാത്തവർക്ക് കൂടിയിട്ട് ഒരു അറിവിനായിട്ട് പറയുന്നു, നമ്മൾക്ക് ഒരു അധികാരവും ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു റൈറ്റും ഇല്ല അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാനതിന് ഒരു കാര്യമില്ല. ഒത്തിരി പേര് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരാറുണ്ട് അല്ലേ, ഇത്ര വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പം ഞാൻ ആദ്യം ചോദിക്കുന്ന കാര്യമാണ്, ജീവനെതിരായിട്ട് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? വർഷങ്ങളായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയും. ഇപ്പോൾ ഈ ആശ്രമത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ട് കുറേ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി പേർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയുന്നതാണ്, എന്ത് ജീവനെതിരായിട്ടുള്ള വല്ല പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും വീട്ടുകാരും ഒക്കെ നന്നായി അനുദപിച്ച് നല്ല കുമ്പസാരം നടത്തി അതിനനുസരിച്ചുള്ള പരിഹാരമൊക്കെ ചെയ്യണം. കാരണം നമ്മൾ തന്നെ ജീവനെ ബ്ലോക്ക് ചെയ്യാണ്. ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം എന്താ കുഞ്ഞുങ്ങൾ തരാത്തതെന്ന് ദൈവത്തെ നോക്കി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ജീവനെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് ഈ പാപത്തിൻ്റെ ഒരു ബന്ധനം ഉണ്ടാവുമ്പോൾ. ദൈവത്തിന് കുഞ്ഞുങ്ങൾ തരണമെന്നുണ്ടാവും, പക്ഷെ നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചാലോ? ആ ബ്ലോക്കുകൾ മാറണം. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. ജീവനെതിരായിട്ട് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ബന്ധപ്പെട്ടവരോ കുടുംബത്തിലോ നന്നായി അനുദപിക്കുക. നല്ല ആത്മാർത്ഥമായിട്ടുള്ള അനുതാപ കണ്ണുനീര് വീഴ്ത്തി നന്നായി അനുദപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തണം. ക്ഷമിക്കാനുള്ളവരോടൊക്കെ ക്ഷമിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി വൈദികം കൽപ്പിക്കുന്ന പ്രായശ്ചിത്വം ചെയ്യണം. പിന്നെ ഈ പാപത്തിന് അനുസൃതമായിട്ടുള്ള പരിഹാരം ചെയ്തുകൊണ്ടേയിരിക്കണം. ജീവനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കുള്ള കുറേ നല്ല പ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. മരിക്കുന്നവരെ ഇതിന് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് പറ്റാവുന്ന പോലെ. അപ്പോൾ ജീവന് ഉള്ള ബ്ലോക്കുകൾ മാറി തന്നെ കുഞ്ഞുങ്ങളുണ്ടാവും. ദൈവമായിട്ട് ഒരു ജീവനെയും ബ്ലോക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ തൊട്ടേനും പിടിച്ചതിനും ദൈവത്തിനെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം നമ്മളായിട്ട് ജീവനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ജീവനെതിരായിട്ടുള്ള പ്രവർത്തികളോ വാക്കുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കണ്ടു there are 5 types. അതിലെ മൂന്നാമത്തെ ടൈപ്പിനകത്താണ് ഈ അബോഷൻ, സൂസൈഡ് ആൻഡ് യുത്തനേഷ്യ വരുന്നത്. യുത്തനേഷ്യ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ ദയാവധം എന്ന് പറയുന്നത്. ദാറ്റ്സ് ബേസിക്കലി ലൈക്ക് വെൻ ദ ആൾക്കാർ ഇപ്പോൾ ഹാൻഡിക്യാപ്ഡാണ്, ഭയങ്കര സിക്കാണ്, അവർ ഭയങ്കര വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലായിട്ട്. വെജിറ്റേറ്റീവ് ഇൻ ദ സെൻസ് അവർക്ക് സെൽഫ് ഹെൽപ്പ്, ബാക്കിയുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാതെ അവർക്ക് വെജിറ്റബിൾ പോലെ വെജിറ്റബിൾ പോലെ അങ്ങനെ കിടക്കും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും ആൾക്കാരിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു എന്താ പറയുക, മെഡിക്കലി ഇൻഡ്യൂസ് ചെയ്ത് ഇവരുടെ ജീവനെ ഇങ്ങനെ കിടക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ദാറ്റ് ലൈഫ് ഷുഡ് നോട്ട് ബി ദെയർ, അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് പൊതുവെ ആ വ്യക്തി തന്നെ എടുക്കാറുണ്ട്, ചിലപ്പോൾ റിലേറ്റീവ്സും എടുക്കാറുണ്ട്. പക്ഷേ ഇതിങ്ങനെ നമുക്ക് ദൈവമായ കർത്താവ് തന്ന ജീവന് എതിരായിട്ടുള്ള ഡിസിഷനാണ് പൊതുവെ ഇതെല്ലാം പോകുന്നത്. പക്ഷേ ഇവിടെയൊക്കെയോ മെഡിക്കലി ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ അപ്രൂവ് ചെയ്ത് കൊടുക്കാറുണ്ട്. റീസെൻ്റ്ലി ആണെങ്കിലും ചില കേസുകൾ വന്നിട്ട് ഇപ്പോൾ സ്വീഡനിലൊക്കെ ഒരു പുതിയൊരു കണ്ടുപിടുത്തം നടത്തി, അതിൻ്റെ ടെക്നോളജിക്കലി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു സൂയിസൈഡ് പോഡ് പോലെയൊക്കെ. ഇപ്പം ആർക്കെങ്കിലും ഇപ്പം താല്പര്യം ഇല്ല, ലൈഫ് വേണ്ടെന്ന് പറയുമ്പോൾ ആ പോഡിനകത്ത് ഇരുന്നാൽ മതി, 10 മിനിറ്റിനകത്ത് അവരുടെ ജീവൻ പോയി കിട്ടും. ആൻഡ് ഇറ്റ്സ് അൺബിലീവബിൾ ദാറ്റ് സയൻസ് ഡെവലപ്പ് ആയത് മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി. സയൻസും പുരോഗതിക്കും ഒന്നും പറയണ്ട, ഡെവലിഷ് ആൻഡ് ഈവിളിഷ്, പക്ഷെ അതിന് ദുഷ്ടതരം പൈശാചികമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് സയൻസിൻ്റെയും പ്രോഗ്രസിൻ്റെയും പേരേ പറയാൻ കൊള്ളൂല. അതായത് ഈ ജീവൻ ദൈവം തന്നത് എടുക്കാൻ പാടില്ല, അതൊരു വശം. അപ്പോൾ ദൈവം എന്തിനാണ് ഇങ്ങനെ അനുവദിക്കുന്നത്? സഫർ ചെയ്യാനായിട്ട്, ശുദ്ധീകരണം നടക്കണ്ടേ, അല്ലെങ്കിൽ അനുദപിക്കണ്ടേ. ചിലത് ശുദ്ധീകരണത്തിന് വേണ്ടി, ചിലത് അനുതാപം വരണ്ടേ. CCCയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചില രോഗങ്ങളൊക്കെ വരുന്നത് അനുതാപം കൂടി വരാനൊരു ചാൻസ്, മനസ്താപം, പശ്ചാത്താപം, അനുതാപം ഒക്കെ വരാൻ വേണ്ടി ദൈവം രോഗവും സഹനമൊക്കെ അനുവദിക്കുന്നുണ്ട്. ഹാർട്ടാവുമ്പോൾ, ഹൃദയം കഠിനാവുമ്പോൾ
അതിനൊന്ന് മെൽറ്റാക്കാൻ ചിലപ്പോൾ ഈ രോഗവും സഹനം ചിലപ്പോഴല്ല എന്തായാലും സഹായിക്കും. അപ്പോൾ അനുതാപം വന്നു കഴിയുമ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇനി അനുതാപമുള്ളവർക്ക് ശുദ്ധീകരണം കൂടി കഴിയണ്ടേ? അന്തിമ ശുദ്ധീകരണമായ പെർഗട്ടറി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ മാത്രം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശുദ്ധീകരണ സ്ഥലത്തിലും ശുദ്ധീകരിക്കപ്പെടാൻ. അപ്പോൾ ഭൂമിയിൽ വെച്ച് തന്നെ ഈ ശരീരം ഉള്ളപ്പോൾ തന്നെ അനുതാപത്തിനും ശുദ്ധീകരണത്തിനും ദൈവം ഒരു അവസരം തരികയാണ്. അപ്പോൾ അതുപോലും വേണ്ടാന്ന് വെച്ച് ചിലപ്പോൾ ഈ ദയാവധം ചെയ്യുന്ന ആ വ്യക്തി മാരകപാപത്തിലാണെങ്കിലോ അനുദപിച്ചിട്ടില്ലെങ്കിൽ മരിച്ച വഴിക്ക് നരകത്തിലല്ലേ പോവാ. അപ്പം ഇത് അനുവദിക്കുന്ന ആൾ ചെയ്യുന്ന ആളുടെ പാപം ഒന്ന് ആലോചിച്ച് നോക്കി. കൊല്ലണു എന്നുള്ള പാപം മാത്രമല്ല, ഒരു വ്യക്തിനെ നിത്യമായി നരകത്തിലേക്ക് തള്ളിയിടുക എന്നുള്ള ഒരു പാപം. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ചിന്തിക്കാതെ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോൾ അതിൻ്റെ പരിണിത ഫലങ്ങളുണ്ട്. പേടിപ്പിക്കാനല്ല പറയണേ, ഈശോ പറഞ്ഞു ഭയപ്പെടണ്ട, പക്ഷേ ജാഗരൂകരായിരിക്കുവിൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ യൂട്യൂബിൽ കൂടെ വീഡിയോസിൽ കൂടെ ഇങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ആരെയും പേടിപ്പിക്കാനല്ല, പക്ഷെ ജാഗരൂകത വേണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. വിജിലൻസ്. ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തോ, പക്ഷെ തിരഞ്ഞെടുത്തതിൻ്റെ കോൺസിക്വൻസ് പരിണിത ഫലം എടുത്തോ. അപ്പോൾ എന്തൊക്കെ സയൻസ് പുരോഗതിയുടെ പേരിൽ അതും ഇതൊക്കെ ആക്കിയെന്ന് പറഞ്ഞാലും സയൻസ് തന്നെ ഉപേക്ഷിച്ച് ദുഷ്ടതരം പൈശാചികത കാണിക്കാൻ പറ്റില്ല. ഒരാളെ കൊല്ലുന്നത് അതിന് പറ്റിയ സയൻസിനെയും പ്രോഗ്രസിനെയും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്താണ്? പൈശാചികം, ഡെവലിഷ്, ഡയബോളിക്. ഓക്കെ, അതിന് സയൻസിൻ്റെ പ്രോഗ്രസിൻ്റെ പേര് പോലും പറയാൻ കൊള്ളില്ല. നമ്മളൊരിക്കൽ വായിച്ചില്ലേ, പാപം പാപം തന്നെയാണ്, അതിന് വൈകല്യമെന്നോ വീക്ക്നെസ് എന്നോ ഒന്നും പറയരുതെന്ന്. എവിടെയത്? പാപം ആര് ചെയ്താലും അത് പാപം തന്നെ. CCC പാരഗ്രാഫ് നമ്പർ 387. 387. പാപത്തെ കേവലം വളർച്ചാ സംബന്ധമായ വൈകല്യമായും മാനസിക ദൗർബല്യമായും ഒരബദ്ധമായും അപര്യാപ്തമായ സാമൂഹിക വ്യവസ്ഥിതിയുടെ അനിവാര്യ ഫലമായും മറ്റും വ്യാഖ്യാനിക്കാൻ പ്രലോഭിതരാകും. ഇതിപ്പോ പുരോഗതിയുടെ പേരിലാണ്. അപ്പൊ ആ പേരെ പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഏത് സയൻസ് ഇമ്പ്രൂവ് ആയത്, പ്രോഗ്രാം സയൻസ് ഇമ്പ്രൂവ് ആയതൊന്നുമല്ല. സയൻസ് ഒക്കെ നല്ലതാ, ദൈവം തന്നെയാണ് നമുക്ക് ഓരോന്ന് അറിയാനായിട്ട് ഇടവരുത്തുന്നത്. ഏത് സയന്റിസ്റ്റ് എന്ത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാലും ദൈവം അനുവദിച്ചില്ലെങ്കിൽ ഒരു സയന്റിസ്റ്റിനും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ദൈവം വെളിപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ദൈവം തന്നെ തന്നിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പൈശാചികമായ ഓരോന്ന് ചെയ്ത് ഓരോന്നുണ്ടാക്കുമ്പോൾ അത് ദൈവമല്ല സഹായിക്കുന്നത്, നമ്മൾ മിസ്യൂസ് ചെയ്യാണ്, ദുരുപയോഗിക്കുകയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള ദാനങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യവും സമയവും എനർജി, അല്ലേ? ലൈഫ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലൈഫ് മുന്നോട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സയൻസും പ്രോഗ്രസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ ദൈവം തന്നിരിക്കുന്നത്. ലൈഫ് പ്രൊമോട്ടിങ് ആയിരിക്കണം ഏത് സയൻസ് ആയാലും. എന്തായാലും ലൈഫ് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ സയൻസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പൈശാചികതയാണ്, ദുഷ്ടത്തരം. അതിന് നല്ല നല്ല വാക്കുകളിൽ പറഞ്ഞിങ്ങനെ അയ്യോ സ്വീറ്റ് കോട്ടഡ് ആക്കി വയ്ക്കാനൊന്നും പറ്റില്ല. ഓക്കേ. CCC number 2319. 2319. Every human life from the moment of conception until death is sacred because the human person has been willed for its own sake in the image and likeness of the living and holy God. ഗർഭധാരണ നിമിഷം മുതൽ മരണം വരെ ഓരോ മനുഷ്യ ജീവനും പാവനമാണ്. കാരണം ജീവിക്കുന്നവനും പരിശുദ്ധനുമായ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യ വ്യക്തി അവന് വേണ്ടി തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആ ഗർഭധാരണത്തിന്റെ നിമിഷം മുതൽ, കൺസെപ്ഷൻ മുതൽ ജീവനുള്ള വ്യക്തിയായിട്ട് തന്നെ ഇങ്ങനെ, അല്ലേ? നമ്മളൊരു ആത്യന്തിക പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ. നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? വളർച്ചയൊക്കെ ഇല്ല. അപ്പോൾ ഈ കുഞ്ഞ് ഗർഭധാരണത്തിൻ്റെ നിമിഷം മുതൽ, കൺസെപ്ഷൻ മുതൽ
അപ്പോൾ അത് നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ വായിച്ചിട്ടുണ്ട് CCCയിൽ എന്ത്, മനുഷ്യൻ ഹ്യൂമൻ ബോഡി ആൻഡ് സോൾ ആർ ഇൻ പ്രൊഫൗണ്ട് യൂണിറ്റി. ഗാഢമായ ഐക്യത്തിലാണ് നമ്മുടെ ശരീരവും ആത്മാവും, ബോഡി ആൻഡ് സോൾ. അപ്പോൾ കൺസെപ്ഷൻ മുതൽ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. ശരീരം മാതാപിതാക്കളിൽ നിന്നെടുത്തിട്ടും ആത്മാവ് സോള് നേരിട്ട് സൃഷ്ടിച്ചിട്ടും ബോഡി സോൾ ഗാഢമായ ഐക്യത്തിലാണ്. സോള് അമർത്യമാണ്. അപ്പോൾ ആ കൺസെപ്ഷൻ്റെ സമയം മുതൽ തന്നെ ഒരു മനുഷ്യക്കുഞ്ഞ് രൂപപ്പെട്ടു വരിക. അപ്പോൾ ആ ലൈഫിനെ എൻഡ് ചെയ്യാൻ പാടുമോ? ഇല്ല. ശരീരവും ആത്മാവും ഗാഢമായ ഐക്യത്തിലായിട്ട് ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച ഒരു ആത്യന്തിക പൂർണ്ണതയിലേക്ക് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഗർഭധാരണം മുതൽ മരണം, ഭൗമിക മരണം വരെ അതെങ്ങനെയുണ്ട്? ഫ്രം കൺസെപ്ഷൻ ടു until ഡെത്ത്. അപ്പോൾ ദൈവം തീരുമാനിക്കും ഇതെപ്പോ ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കണമെന്ന്. ആദത്തിനെ ഹവ്വനെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ മരിക്കേണ്ടവനായിരുന്നില്ല, ഭൗമിക മരണം ഉണ്ടാവേണ്ടതായിരുന്നില്ല. ശരീരം മരണാത്മകമായിരുന്നെങ്കിലും മരിക്കരുതെന്നായിരുന്നു ദൈവനിശ്ചയം. ഏതാ നമ്പർ? 1008. 1008. അതിലെന്താ സംശയം? 1008 എടുത്തോ. ചിലർക്ക് ചില ഫേവറേറ്റ് നമ്പറുകളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് പാരഗ്രാഫ് നമ്പറുകൾ എടുത്തിട്ട് അതൊക്കെ ബൈ ഹാർട്ട് പഠിക്കാം അല്ലേ? പാരഗ്രാഫ് നമ്പർ 1008. മനുഷ്യന്റെ പ്രകൃതി മരണാത്മകമാണെങ്കിലും മനുഷ്യന്റെ പ്രകൃതി മരണാത്മകമാണെങ്കിലും അവൻ മരിക്കരുത് എന്നതായിരുന്നു ദൈവനിയോഗം. അവൻ മരിക്കരുതെന്നായിരുന്നു ദൈവനിയോഗം. അങ്ങനെ മരണം സൃഷ്ടാവായ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിപരീതമായിരുന്നു. മരണം സൃഷ്ടാവായ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിപരീതമായിരുന്നു. അത് പാപത്തിന്റെ ഫലമായി ലോകത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. പാപത്തിന്റെ ഫലമായി ലോകത്തിൽ പ്രവേശിച്ചതാണ് മരണം. പാപം ചെയ്യാതിരുന്നെങ്കിൽ ശാരീരിക മരണം മനുഷ്യനെ സ്പർശിക്കുമായിരുന്നില്ല. പാപം ചെയ്യാതിരുന്നെങ്കിൽ ശാരീരിക മരണം മനുഷ്യനെ സ്പർശിക്കുമായിരുന്നില്ല. പാപത്തിന്റെ വേദനമാണ് മരണം. അത് ഇനിയും കീഴടക്കപ്പെടേണ്ട അവസാനത്തെ ശത്രുവാണ്. അതെ. അപ്പോൾ ദൈവം ഉദ്ദേശിച്ചതല്ല നമ്മൾ ശാരീരികമായി മരിക്കണമെന്ന്. എന്നിട്ട് നമ്മൾ പാപം ചെയ്തിട്ട് ആണ് അതിൻ്റെ പരിണിത ഫലമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നാലും അത് ദൈവം അടുത്തൊരു ഓപ്ഷൻ, ഓക്കെ, ഈ ഭൂമിയിലെ ജീവിതം ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിച്ച് പിന്നെ ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്ത പോലെ നമ്മളും മരിച്ചാലും ഉത്ഥാനം ചെയ്ത് നിത്യമായി ജീവിക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ, പോസിബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു അവസരം കൂടി നമുക്ക് തന്നു. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട കാലം അതിനും വെട്ടിക്കുറച്ച് ശുദ്ധീകരണം നടക്കാതെ അല്ലെങ്കിൽ അനുതാപമില്ലാതെ ഇരുന്നാലോ? നമ്മൾ ഓരോന്ന് ചെയ്തു കൂട്ടുന്നു. ദൈവം തിന്മയുടെ ഫലത്തിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിച്ചത് മുന്നോട്ടെടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ പിന്നെയും ബ്ലോക്ക് ഇടാൻ വരും. എന്തോ ഒരു കഷ്ടം. ഈ ഒരു നമ്പറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത്, ലൈക്ക് മാൻ വാസ് ക്രിയേറ്റഡ് ഫോർ ഹിസ് ഓൺ സേക്ക്. ലൈക്ക് എവറിത്തിങ് അറൗണ്ട് നമ്മൾ കാണുന്നത്, നമ്മളെ പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും ഇവരൊക്കെ, ഈ വസ്തുക്കൾ, ജന്തുക്കൾ, ഓൾ ആനിമൽസ് ആൻഡ് ഓൾ ക്രിയേഷൻ വാസ് ക്രിയേറ്റഡ് ഫോർ മാൻ. അപ്പോൾ കർത്താവ് മനുഷ്യൻ മാത്രമാണ് അവന് വേണ്ടി തന്നെ സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾ ബൈബിളിലും CCCയിലും മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്, സ്വയമായിട്ടൊന്നും പറയുന്നില്ല. അപ്പം കൃത്യം നമ്പറുകൾ, റെഫറൻസുകൾ പറഞ്ഞാൽ അവർക്കും കൂടി കിട്ടും. 356. 356. The second sentence. He is the only creature on earth that God has willed for his own sake. Its own man. മനുഷ്യൻ. ലോക സൃഷ്ടികളിൽ മനുഷ്യനെ മാത്രമാണ് ദൈവം അവന് വേണ്ടി തന്നെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ ഒരു ക്രിയേഷൻ്റെ, ലൈക്ക് നമ്മൾ ഇപ്പോൾ ഒരു ട്രെൻഡൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഈ പട്ടികൾ അല്ലെങ്കിൽ പൂച്ച അല്ലെങ്കിൽ നിങ്ങളെ പെറ്റ്സ് മരിച്ച അതിനു വേണ്ടി ചത്താൽ മൃഗങ്ങൾ ചാവാം, മനുഷ്യനാണ് മരിക്കാന്ന് പറയാം. ഇപ്പൊ നേരെ തിരിച്ചാ പറയണു, മനുഷ്യന്റെ പറയുമ്പോ ചാവാന്ന് പറയുന്നു, ചത്താന്ന് പറയുന്നു.
മൃഗങ്ങൾ മരിക്കുക എന്നൊക്കെ പറഞ്ഞു. എന്തല്ലേ, സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. പൂച്ചയും പട്ടി നായെന്നല്ല, സൃഷ്ടിയുടെ മകുടം. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഇപ്പോഴത്തെ ജനറേഷൻ അതിങ്ങനെ ലൂസായി വരുന്നുണ്ട്. ബിക്കോസ് വീട്ടിൽ തന്നെ പട്ടികളെ വളർത്തി, ഞാനും അങ്ങനെ ആയിരുന്നു പണ്ട്. പക്ഷെ എനിക്ക് പട്ടികളെ വളർത്തിയോണ്ട് കുഴപ്പമില്ല, മനുഷ്യന് കൊടുക്കേണ്ട ഡിഗ്നിറ്റിയും മനുഷ്യനോട് പെരുമാറേണ്ട പോലെ പട്ടികൾക്ക് ആ ഡിഗ്നിറ്റി കൊടുത്ത് അങ്ങനെ. ദൈവം പട്ടീനെയും പൂച്ചേനെയും ഒന്നും ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഏതൊരു മനുഷ്യനും പട്ടീനെയും പൂച്ചേനെയൊക്കെ പെറ്റ്സിനെ വേറൊരു മനുഷ്യനോട് പെരുമാറേണ്ട രീതിയിൽ പെരുമാറുമ്പോൾ അത് ദൈവം ഉദ്ദേശിച്ചതിന് അഗെയിൻസ്റ്റ് പോവല്ലേ. നമ്മൾ ഡിഗ്നിറ്റി കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. ആ ഒരു ഇതിൽ മനുഷ്യന് കൊടുക്കേണ്ട ഡിഗ്നിറ്റി അല്ലെങ്കിൽ അന്തസ്സ് മൃഗങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അല്ലാതെ പെറ്റ്സിനെ വളർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു. നമ്മുടെ ബെഡ്റൂമിലൊന്നും കിടത്തേണ്ട ആവശ്യമില്ല പട്ടീനെയും പൂച്ചേനെയും. പട്ടീനെ പട്ടിക്കൂട്ടിലിടണം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഫ്യൂണറലൊക്കെ നടത്തുന്നത്, അത് ചത്തുപോയാൽ അതിനൊക്കെ ഫ്യൂണറൽ നടത്തുന്നത്. നമ്മൾ മനുഷ്യനെന്തിനാ ഫ്യൂണറല്? അതിന് മനുഷ്യന് സ്പിരിച്വൽ സോൾ ഉണ്ട്. മനുഷ്യന് മാത്രമാണ് സ്പിരിച്വൽ സോള്. ബാക്കി ആനിമൽസിന്, ഭൗമിക ജന്തുക്കൾക്കും ജീവികൾക്കും സ്പിരിച്വൽ സോളില്ല. അപ്പോൾ ഈ സ്പിരിച്വൽ സോൾ ഉള്ളത് കൊണ്ടാണ് ഫ്യൂണറലൊക്കെ നടത്തണേ. ആ സ്പിരിച്വൽ സോൾ ഇല്ലാത്ത മൃഗങ്ങൾക്ക് എന്തിനാ ഫ്യൂണറല് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഫ്യൂണറൽസ് നമ്മൾ മനുഷ്യർക്ക് വെക്കുന്നതിൻ്റെ പേർപ്പസ് ഷുഡ് ബി വെരി ക്ലിയർ ഇൻ സൈഡ്. അതുപോലെ തന്നെ ഈ മരിച്ചവർക്ക് വേണ്ട റെസ്പെക്റ്റും കൊടുക്കണം. ബിക്കോസ് ഇവർ ഈ ഭൂമിയിലൂടെ ജീവിച്ച് പോയിട്ട് അവർ പർഗട്ടറിയിൽ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മൾ ഇപ്പോഴും അനുഭവിച്ച് നമ്മൾ അതിൽ നിന്ന് കുറേ വളരാൻ സാധിക്കുന്നത്. അപ്പോൾ ദ റെസ്പെക്ട് ഫോർ ദ ഡെഡ് ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് കമാൻഡ്മെൻറ്റ്. പിന്നെ ആ ഫ്യൂണറൽ, അതായത് ശരീരവും ആത്മാവും വേർപ്പെടുന്നു. ബോഡിയിൽ നിന്ന് സോള് വേർപ്പെടുന്നു ഭൗമിക മരണത്തിൽ. പക്ഷേ ഈ ശരീരത്തിൻ്റെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കുന്നു. ഈ കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്ന നിത്യസത്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ബഹുമാനമൊക്കെ നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ മനുഷ്യനോട് കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ മനുഷ്യനോട് കാണിക്കേണ്ട പോലത്തെ സ്നേഹം മൃഗങ്ങളോടൊന്നും കാണിക്കരുത്. മനുഷ്യനാണ്. ദൈവം പോലും സൃഷ്ടിയുടെ മകുടാണെന്ന് പറയാണ്. മനുഷ്യനെ മാത്രമേ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിഗ്നിറ്റി വേറെ ആനിമൽസിനൊന്നും കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ആനിമൽസിനൊക്കെ കൊന്നു കളയണമെന്നല്ല. ആനിമൽസിനോട് കാണിക്കേണ്ടതായൊരു ദയയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണിക്കണം. വെറുതെ അവറ്റങ്ങളുടെ ക്രൂരത കാണിക്കാനൊന്നും പാടില്ല. അങ്ങനെ അങ്ങോട്ട് ആക്കാനല്ല പറഞ്ഞത്. അതേസമയം മനുഷ്യന് കൊടുക്കേണ്ടത് മൃഗങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്തതുകൊണ്ട്, വേറൊരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് മൃഗങ്ങളോട് കാണിക്കുകയാണ്. ഒറ്റയ്ക്കൊക്കെ ജീവിക്കുമ്പോൾ വേറെ ആരുമില്ല സ്നേഹിക്കാൻ. അപ്പോൾ പെറ്റ്സിനെ വളർത്തി വേറൊരു മനുഷ്യനോട് കാണിക്കേണ്ട പോലെ മൃഗത്തിനോട് കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് റോങ്. കാരണം ദൈവം ഉദ്ദേശിച്ചതിൻ്റെ, ദൈവം കൽപ്പിച്ചതിൻ്റെ ഒക്കെ അഗെയിൻസ്റ്റ് പോവാണ്. ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള ആ ഡിഗ്നിറ്റി നമ്മളും കൊടുക്കണ്ടേ. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് തെറ്റുപറ്റി എന്നുള്ള പോലെയാണ് നമ്മൾ ഓരോന്ന് ചെയ്യുക. അപ്പം അത് റോങ് അല്ലേ. സൃഷ്ടിപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. Reign the Holy Ruah, Lord. Reign forevermore. ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു, കുറേ മീനുകളുണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് ഒരു സംഭവം ഓർമ്മ വന്നു. വിശുദ്ധ സെയിൻറ്റ് ആൻ്റണി ഓഫ് പാദുവയുടെ, വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ ഒരു സംഭവമാണ്. ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആർക്കും കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ പറയാണ്, എന്നാൽ നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ സമുദ്രത്തിൻ്റെ അടുത്ത് പോയി ഈ മത്സ്യങ്ങളോട് ചെന്ന് ഞാൻ ദൈവവചനം പ്രസംഗിക്കും. അതുപോലെ തന്നെ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ ആ സമുദ്രതീരത്ത് പോയിട്ട് മത്സ്യങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു. ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ, ദൈവവചനം പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ മത്സ്യങ്ങൾ തല ഉയർത്തി നിന്ന് ഇത് കേൾക്കാൻ തുടങ്ങി.
ആ ദൈവവചനത്തിനോട് അവരുടെ താല്പര്യം, അതായത് സൃഷ്ടാവിനോടുള്ള സൃഷ്ടിയുടെ ആ ഒരു മനോഭാവമായിരുന്നു. നമുക്കൊന്ന് ദൈവവചനം പറഞ്ഞു നോക്കിയാലോ? ഇവരെന്തെങ്കിലും കേൾക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം. സിസ്റ്റർ അവരിപ്പൊ തന്നെ സിസ്റ്റർ പറയുന്നത് കേട്ടിട്ട് സിസ്റ്ററിന്റെ അടുത്തേക്ക് തന്നെ വരുന്നു. Hebrews 4:12. ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വരവുമാണ്, ഇരുതല വാളിക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. 1 John 1:7. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു. മത്സ്യങ്ങളെ കേൾക്കുവിൻ. 1 John 1:7. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. സെയിന്റ് ലൂക്ക് 1:35. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. Ephesians 6:10-17. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവാൻ സാത്താന്റെ കുള്ളത്തന്ത്രങ്ങളെ എതിർക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ. എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ, തിന്മയുടെ ദിനത്തിൽ ചേർത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ, സമാധാനത്തിന്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവാൻ, സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂർമ്മകളെ കേട്ടുനിന്ന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിനെ പരിചയിക്കുവാൻ, രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുകയും. ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള എന്തിനും സൃഷ്ടാവിനെ കണ്ടാൽ തിരിച്ചറിയും. അതുപോലെ തന്നെ സൃഷ്ടാവിനെ ആരാധിക്കുന്നവരാരാണെന്ന് ഇവർക്ക് തിരിച്ചറിയും. Bring the Holy Ruach, Lord, reign forevermore.